അനുമോള് പറഞ്ഞിട്ടാ ഞാനിവിടെ വന്നത്. ശേഖരന്റെ കാര്യം സംസാരിക്കാൻ. നിങ്ങൾക്കൊക്കെ ഇതെന്താ പ്രശ്നം? അയാൾ ആരായോ നമുക്കെന്താ? ഇനി ആശുപത്രി കിടക്കുന്ന ആ മനുഷ്യൻ എന്റെ അച്ഛൻ തന്നെ ആയാലും എനിക്കൊന്നുമില്ല. അങ്ങനെയല്ല ഇന്ദ്ര, നിനക്ക് വേണ്ടി അനുമോള് കഷ്ടപ്പെടുന്നത്. എന്തിന്? ഇതിന്റെ ഒന്നും പിറകെ പോരെന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. ഇതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. നിനക്ക് ജന്മം നൽകിയ ആളാണ് ശേഖരൻ, നിന്റെ അച്ഛൻ. ജന്മം നൽകിയോണ്ട് മാത്രം അച്ഛനാവില്ലല്ലോ കുഞ്ഞമ്മേ. ഒരച്ഛന്റെ സംരക്ഷണവും സ്നേഹവും ആ മനുഷ്യൻ ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. പിന്നെ ഇപ്പൊ അങ്ങനെ ഒരാളെ കണ്ടെത്തിയോണ്ട് എന്താ പ്രയോജനം? മോനെ, നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷെ നീ ഒന്ന് ഓർക്കണം, ശേഖരനെ നിങ്ങളുടെ മുന്നിൽ നിന്ന് മറച്ചു നിർത്തുന്നത് ഹർഷയോ സുശീലയോ ആണെങ്കിലോ അതിന്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. അതെന്തായാലും കണ്ടെത്തണ്ടേ? സുശീല നിന്നോടും അനുവിനോടും കാണിക്കുന്ന ഈ ക്രൂരതയ്ക്കും വേർതിരിവിനും ശേഖരനെ കണ്ടെത്തുന്നതൊരു പരിഹാരമായെങ്കിലും. അതുകൊണ്ട് നീ അനുവിനെ എതിർക്കാതെ സപ്പോർട്ട് ചെയ്യണം മോനെ. നിനക്ക് വേണ്ടിയാ അവളീ കിടന്ന് ഓടുന്നത്. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല കുഞ്ഞമ്മ, ചെല്ല്. ഞാൻ പറഞ്ഞതൊന്നും മോൻ മറക്കരുത്. ശരി മോനെ.